ഇറാനുമായി ചർച്ചകളോ ആശയവിനിമയമോ നടക്കുന്നില്ല എന്നാണ് വിനോദ് US പ്രസിഡന്റ് വീണ്ടും പറയുന്നത്. ഇടയ്ക്ക് ചർച്ച നടക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞത് IRGCയുമായി തനിക്ക് ചില കോൺടാക്റ്റുകളുണ്ട് എന്നും മറ്റും പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനുമായി ആശയവിനിമയം നടക്കുന്നില്ല എന്ന് ട്രംപ് പറയുന്നത്. മൈനുകൾ, അതായത് ഹോർമുസിൽ സ്ഥാപിക്കപ്പെട്ട മൈനുകൾ നീക്കം ചെയ്യുകയോ നിർവീര്യമാക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ഹോർമുസ് തുറന്നു കിടക്കുകയാണ് എന്നും മറ്റുമാണ് അവകാശവാദം. ഇതിനിടയിലാണ് UAE എന്ന അമേരിക്കയുടെ ബേസൊക്കെയുള്ള എന്താണ് നേവി ബേസൊക്കെയുള്ള സ്ഥലത്ത് ഇറാന്റെ ആക്രമണം വരുന്നത്. അതിന് അമേരിക്കയുടെ മറുപടി എങ്ങനെയായിരിക്കുമെന്നുള്ളതല്ലേ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയാണ് ഈ തർക്കം തട്ടി നിൽക്കുന്നത്. കാരണം എണ്ണ വ്യാപാരം തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അമേരിക്ക ഈ കടന്നുകൂടിയത് തന്നെ ഹോർമൂസിൻ്റെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ട്രംപ് ഏറ്റവും ഒടുവിൽ അമേരിക്ക പുറത്തിറക്കിയ മാപ്പിൽ ഹോർമൂസ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന ഒരു സവിശേഷമായ കാര്യം കൂടിയുണ്ട്. അതായത് അമേരിക്കയുടെ ഭൂപ്രദേശമാണ് ഹോർമൂസ് എന്ന തരത്തിൽ അവരത് സ്ഥാപിക്കുകയാണ്. അത് തന്നെയാണ് ഇറാനെ ചൊടിപ്പിക്കുന്നതും. ട്രംപ് പറയുന്നത് കടൽ മൈനുകൾ അത് പൂർണ്ണമായും നേരത്തെ ഇറാൻ നിക്ഷേപിച്ചതാണ്, അതെല്ലാം നീക്കം ചെയ്തു. ഹോർമൂസ് ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്, ആർക്കും യാത്ര ചെയ്യാം എന്ന കാര്യമാണ്. അതേസമയം ഇറാൻ്റെ എണ്ണക്കപ്പലുകൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്, അത് മാറ്റിയിട്ടില്ല. അവിടെയാണ് ഇറാൻ കൂടുതൽ പ്രകോപനം അവർക്ക് ഉണ്ടാകുന്നത്. ആ തരത്തിലുള്ള ആക്രമണത്തിലേക്ക് പോകുന്നത്. പക്ഷേ UAEയിലേക്കുള്ള ആക്രമണം അത് ഇറാനെ UAE സംശയിക്കുന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ്. അമേരിക്ക അവിടെ ഒരു അപ്രമാദിത്വം പറയുമ്പോൾ അതിനോട് ചേർന്ന് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ നിൽക്കുന്നു. ഇതിൻ്റെ പ്രതികാരം എന്നോണം ഈ മിസൈൽ ആക്രമണം അത് കപ്പലുകളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നു എന്നത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിടേണ്ടി വന്നത് UAE ആണ്. ഏതാണ്ട് ഈ ഫെബ്രുവരി 28-ന് ശേഷം 3000-ലധികം മിസൈൽ ആക്രമണമാണ്. ഇതിന് പുറമെയാണ് ഡ്രോൺ ആക്രമണങ്ങൾ. അവരുടെ പ്രധാനപ്പെട്ട അബുദാബി കമ്പനിയുണ്ട്, അവരുടെ ഷിപ്പുകൾ വ്യാപകമായി ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. അത് ഏതാണ്ട് 20-ലധികം കപ്പലുകൾ അത് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായതുണ്ട്, ചെറിയ കേടുപാടുകൾ പറ്റിയതുണ്ട്. അങ്ങനെ കപ്പലുകൾ UAEയുടെ കപ്പലുകൾ ലക്ഷ്യം വെച്ച് വലിയ ആക്രമണം നടത്തുന്നു. നമുക്കറിയാം ഒമാൻ കഴിഞ്ഞാൽ ഏറ്റവും തീരം തൊട്ടടുത്ത് ഹോർമൂസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ് UAEയിലുള്ളത്. അങ്ങനെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നു. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഒരു സംഘർഷത്തിന് കാരണം. കഴിഞ്ഞ ദിവസം പൊതുജനങ്ങൾക്ക് അലർട്ട് വരികയും ചെയ്തു. അതായത് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നതായിരുന്നു ഈ ജാഗ്രതാ നിർദ്ദേശം. ഇതോടുകൂടി ജനങ്ങൾ കൂടുതൽ പരിഭ്രാന്തരാകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇതൊരു ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. കാര്യങ്ങൾ സമാധാനത്തിലേക്ക് പോകുന്നു എന്നൊരു സൂചന ഉണ്ടാവുകയും താൽക്കാലിക സമാധാന കരാർ വരികയും ആ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി. ഇപ്പോൾ ഇതാ ട്രംപ് പറയുന്നു ഹോർമൂസ് തങ്ങളുടേതാണ്, അത് തുറന്നു കിടക്കുന്നു എന്നത്. പക്ഷേ ഇറാൻ പറയുന്നു അനുവാദമില്ലാതെ ഏതെങ്കിലും കപ്പൽ സഞ്ചരിച്ചാൽ അത് ആക്രമിക്കപ്പെടുമെന്ന IRGCയുടെ മുന്നറിയിപ്പുണ്ട്. ഇന്നലെ ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം വന്നത് IRGCയുടെ പ്രതിനിധികളുമായി രഹസ്യമായി ആശയവിനിമയം അമേരിക്ക നടത്തുന്നു എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.